നമ്മുടെ സംസ്ഥാനത്തെ പെൺമക്കൾക്ക് 70,000 രൂപ ധനസഹായം സൗജന്യമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു പദ്ധതിയുടെ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ST ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സമുന്നതി എന്ന് പറഞ്ഞിട്ട് ഒരു മംഗല്യ പദ്ധതി, അതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നവംബർ 19, 2025 അതിൻ്റെ ലാസ്റ്റ് തീയതി. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം? ഇത് അപേക്ഷിക്കുവാനായി നമുക്ക് ഓൺലൈനിൽ സാധിക്കുകയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഇത് നമുക്ക് ഓഫ്ലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. ഇത് അപേക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫോം കൃത്യമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോം നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ഇതിനകത്ത് എലിജിബിളായിട്ടുള്ള ആളുകൾ, അപ്പോൾ ഇതിനകത്ത് എലിജിബിളായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള മുൻഗണനാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വരുമാനം 1,00,000 രൂപയിൽ കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ കല്യാണം നടന്ന കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിരിക്കണം ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അച്ഛനോ അമ്മയോ മരണപ്പെട്ടതോ ഉപേക്ഷിച്ചതോ ആയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം പേരിൽ തന്നെ അഫിഡവിറ്റ് വെച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് 2025 ജനുവരി 1 മുതൽ 2025 ഒക്ടോബർ 31 ഇടയ്ക്കുള്ള വിവാഹം നടന്ന ആളുകൾക്കാണ് ഈ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അപേക്ഷ നമുക്ക് ഓൺലൈനിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് തിരുവനന്തപുരം സമുന്നതിയുടെ ഓഫീസിലേക്കാണ് ഇത് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ ഫോമിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ ഇത് 70,000 രൂപ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ നമ്മളിത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ ലഭ്യതയും മറ്റും അനുസരിച്ചിട്ട് അവർ ഈ പറഞ്ഞതുപോലെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നേരിട്ട് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് അധികം ദിവസങ്ങളില്ല. നമുക്കറിയാം, ഇന്നിപ്പോൾ നവംബർ 12 ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപകാരമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ വിവരം നിങ്ങളൊന്ന് എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ജെന്യൂനായിട്ടൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ഈ കോമൺ സർവീസ് സെൻ്റർ നമ്മൾ നടത്തുന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ഇതുപോലുള്ള അറിയിപ്പുകൾ ഇപ്പം ജനസമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ 1-2 ആപ്ലിക്കേഷനെങ്കിലും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ചുമ്മാ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എടുത്തിടുകയല്ല. അപ്പം ഇങ്ങനെ ആപ്ലിക്കേഷനുകൾ നിരവധി ആളുകൾ കൊടുത്തതിന് പ്രകാരം അവർക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ അത് നമ്മുടെ കയ്യിലില്ല, സർക്കാരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പദ്ധതി വരുന്നത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പദ്ധതികൾ നമ്മുടെ പറഞ്ഞതുപോലെ ST ചാനലിൽ നോക്കിയാൽ കാണാം. സമുന്നതിയുടെ തന്നെ സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ SBIയുടെ സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ആളുകൾ കാണുകയും അതിന് ഒരുമാതിരിപ്പെട്ട കമൻറ്റുകൾക്കെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടിയും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടായതിന് ശേഷമേ നമ്മൾ ഈ പറഞ്ഞ വീഡിയോകൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണെങ്കിലും നമുക്ക് ഈ പദ്ധതി വന്നു, ഈ പദ്ധതിയുടെ അപേക്ഷ ഫോം കണ്ടു. അപ്പോൾ ഇത് നിരവധി ആളുകൾ അപേക്ഷിക്കുന്നതായി കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇടയിലും ഇതുപോലെ നിരവധി ആളുകൾ കാണും. അപ്പോൾ അവർക്കൊരു പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് അർഹരായ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇത് എത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.